പത്തനംതിട്ട ജില്ലയിലെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി മോദി നാളെ തിരുവല്ലയിലെത്തും. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി BJP ജില്ലാ പ്രസിഡന്റ് VS സൂരജ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പത്തനംതിട്ട ജില്ലയ്ക്കൊപ്പം കോട്ടയവും തിരുവനന്തപുരത്തെയും തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവല്ലയിൽ എത്തുകയാണ്. അതിന്റെ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ എന്നൊക്കെയുള്ള വിലയിരുത്താൻ വേണ്ടി പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് സൂരജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, എങ്ങനെയാണ് നാളത്തെ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പായിട്ടുള്ള ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും? പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ പ്രവർത്തകന്മാരും അവിടെ എത്തിച്ചേർന്നായിരിക്കും. ഏതാണ്ട് 50,000-ഓളം ആളുകളുടെ ഒരു വലിയ മഹാസമ്മേളനമാണ് അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് വലിയ ചലനമാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. NDA സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് പ്രധാനമന്ത്രിയുടെ വരവ് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ 5 സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം എത്തുവാൻ 5 NDA സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിയോടൊപ്പം വേദിയിൽ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാൻ കഴിയുന്നത് ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള NSS അവിടെ ഹെലിപ്പാഡിൽ ഇറങ്ങി അതിനുശേഷം MC റോഡ് വഴി പബ്ലിക് സ്റ്റേഡിയത്തിലേക്ക് റോഡ് ഷോ ആയിട്ട് എത്താനാണ് പ്രധാനമന്ത്രി. അങ്ങനെ നമുക്ക് അറിയാൻ കഴിയും. എങ്ങനെയാണ് നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്? പ്രധാനമന്ത്രി അവിടെ ഹെലിപ്പാഡിൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം പൊതുസമ്മേളന സ്ഥലത്തേക്ക് വരും. അവിടെ വലിയ മഹാസമ്മേളനം പൊതുയോഗമാണ് നടക്കാൻ വേണ്ടത്. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ചുള്ള പൊതുയോഗമാണ് നടക്കാൻ വേണ്ടത്. എങ്ങനെയുണ്ട് 5 മണ്ഡലങ്ങളിലെയും വിജയപ്രതീക്ഷ സ്ഥാനാർത്ഥികളെല്ലാം? വളരെ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. NDAയുടെ സ്ഥാനാർത്ഥികൾ ഈ പ്രാവശ്യം പത്തനംതിട്ട ജില്ലയിൽ വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.